ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ്. ഇതൊരു അടിപൊളി സ്നാക്കാണ് വൈകുന്നേരങ്ങളിലൊക്കെ തയ്യാറാക്കിയെടുക്കാൻ. ഇതൊരു ബർമീസ് സ്റ്റൈൽ റെസിപ്പിയാണ്. എഗ് ബേജോ എന്നൊക്കെയുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അത്രയധികം അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. പിന്നെ ആരെങ്കിലും ഈ ചാനൽ ഇന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തേക്കാണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ എഗ് ബേജോ തയ്യാറാക്കിയെടുക്കുന്നതിന് പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ള നമുക്ക് പുഴുങ്ങിയ മുട്ടയാണ്. ഇപ്പം ഞാൻ 3 എണ്ണം വെച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള മെഷർമെൻറ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ 3 മുട്ട വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഒരു സവാള തന്നെ ധാരാളമാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇപ്പം ഞാൻ 3 എണ്ണം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ വറ്റൽ മുളക് 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ 4 എണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ എരിവ് വേണമെന്നാണെങ്കിൽ 5ഉം 6 എണ്ണമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മളൊരു പാത്രത്തിനകത്തോട്ടേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഇത് നമ്മൾ സാധാരണ ചെയ്യുക, വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കാറില്ല. അപ്പോൾ ഈ എണ്ണ നല്ലതുപോലെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടായി വരുന്ന സമയത്ത് സവാള ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സവാള ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുന്നത് വരെ റെഡിയാക്കി എടുത്താൽ മതി. അതായത് നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇതിൽ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് തന്നെ സവാളയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ഡാർക്ക് കളറാകുന്ന രീതിയിൽ ഫ്രൈ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇതിന് കയ്പ്പ് രസം വന്നു കഴിഞ്ഞാൽ ഈ സ്നാക്ക് പിന്നെ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം ഒരു ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമുക്കൊന്ന് ടിഷ്യൂ പേപ്പറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിനകത്തോ കിച്ചൺ ടവലിലോ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം അതേ എണ്ണയിലോട്ടേക്ക് തന്നെ നമ്മൾ ഈ വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ അതും ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. വെളുത്തുള്ളി നല്ല ക്രിസ്പി ആയിട്ട് വരും. വളരെ കുറഞ്ഞ സമയം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ ഇത് നല്ല മൊരിഞ്ഞ ഒരു ഗോൾഡൻ കളറിലോട്ടേക്ക് മാറും. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് നല്ല ക്രിസ്പി ആകുന്ന രീതിയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പറിനകത്തോട്ടേക്ക് ചേർത്ത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം അതേ എണ്ണയിലോട്ടേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകാണ്. വറ്റൽമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി സമയമൊന്നും ചെയ്തെടുക്കേണ്ട, ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മാത്രം മതി. എന്നിട്ട് അത് നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പറിനകത്തോട്ടേക്ക് മാറ്റി വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നങ്ങ് ചൂടാറിയ ശേഷം ഈ വറ്റൽമുളക് മാത്രം മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ടിട്ട് ഒന്നങ്ങ് ഒതുക്കിയെടുക്കുക. ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു വരുന്ന രീതിയിൽ മാത്രം റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒന്നങ്ങ് പൊടിഞ്ഞു വരുന്ന രീതിയിൽ കൈ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കേട്ടോ, ഈ സവാള ഈ ഫ്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനോട്ടേക്ക് ഞാൻ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകിൻ്റെ മിക്സ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണ് ഇഷ്ടമുള്ളതാണെങ്കിൽ, റെഡിയാക്കി എടുക്കുന്നതാണെങ്കിൽ ഈ വറ്റൽമുളക് അധികം ഉപയോഗിക്കേണ്ട കേട്ടോ, കാരണം ഒത്തിരി എരിവായി പോകും. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത്, പിന്നെ നമ്മൾ സവാള ഒരിക്കലും പൊടിച്ചെടുക്കരുത് കേട്ടോ. ജസ്റ്റ് കൈ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് ഫൈനലായിട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ വാളം പുളിയില്ലേ, അതൊന്ന് ജസ്റ്റ് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ചെറുനാരങ്ങ ഇടുന്നു, ഒരു ഇത്തിരി മാത്രം ചെറുനാരങ്ങ നീരെടുത്തിട്ട് ബാക്കി വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. അതായത് ചെറുനാരങ്ങ നീര് ഒരിക്കലും ഡയറക്റ്റ് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ഭയങ്കരമായിട്ട് പുളിരസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുനാരങ്ങ നീരിലോട്ടേക്ക് ഒരു ഇത്തിരി വെള്ളം ചേർത്ത് ഒന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തില്ലേ, സവാളയും വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് ആ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ടൊന്ന് മാറ്റി വെക്കുക. കാരണം അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും സവാളയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ. അപ്പോൾ ആ എണ്ണ കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി ഉപ്പ് വെള്ളത്തിനകത്തോട്ടേക്ക് മിക്സ് ചെയ്ത്, വളരെ കുറച്ച് ഉപ്പ് മാത്രം ഉപയോഗിക്കുക, കൂടുതൽ ഉപയോഗിക്കരുത്. ഇതിൻ്റെ ഒന്നും അളവ് ഒരിക്കലും കൂടി പോകരുത്, അപ്പോൾ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോകും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മല്ലിയില ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഫൈനലായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് മുറിച്ച് കൊടുക്കുക. ആ നടുഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിങ്ങനെ തുറന്നെടുക്കാൻ കഴിയുന്ന പാകത്തിൽ തന്നെ ഒന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ മുഴുവനൊന്ന് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സവാള മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തില്ലേ നേരത്തെ, സവാളയും വെളുത്തുള്ളിയൊക്കെ മിക്സ് ചെയ്തത്, അത് മുഴുവനായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ മുട്ടയും അതുപോലെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ ഉപ്പ് മിക്സ്
മിക്സ് ചെയ്ത് വെച്ചാൽ വെള്ളമില്ല, ഒരു ഇത്തിരി മാത്രം, വളരെ കുറഞ്ഞ ഡ്രോപ്സ് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ ചെറുനാരങ്ങയുടെ നീരും ഒരു ഇത്തിരി മാത്രം, 2-3 ഡ്രോപ്പ് അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ പുളി പിഴിഞ്ഞിട്ടുള്ളതാണ്, അപ്പം അതും ഒരു 2-3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ എണ്ണ, ഫൈനലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയാണ് കേട്ടോ, നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള എണ്ണ. എന്നിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുന്നതിനായിട്ട് മല്ലിയില കൂടി ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു ട്രഡീഷണൽ സ്റ്റൈലിലെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി ചെയ്തപ്പോൾ കൂടുതൽ ടേസ്റ്റ് തോന്നിയ വേറൊരു കാര്യം, ഞാനൊരു ജസ്റ്റ് മധുരം ചേർത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഗാർണിഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പൊടിച്ച പഞ്ചസാര കൂടി ഇട്ടപ്പോൾ കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നി കേട്ടോ. കാരണം അതായത് നമ്മൾ ഈ പുളിയും മധുരമൊക്കെ കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, എനിക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് തോന്നിയ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.